Morning, my dear students. In this video, we are discussing about the topic Network Virtual Terminals (NVT). നമ്മൾ കണ്ടായിരുന്നു Network Virtual Terminal Character Set എന്നല്ലേ. Mainly the client telnet translate the characters that come from the local terminal into the form of NVT. നമ്മൾ പറഞ്ഞു client telnet translate എന്താണ് telnet client translate ചെയ്യുന്നത് നമ്മുടെ ലോക്കൽ ടെർമിനൽസിൽ നിന്ന് വരുന്ന ഒരു സെറ്റ് ഓഫ് കീസിനെ എൻകോഡ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നു പറഞ്ഞു അല്ലേ. ആ എൻകോഡ് ചെയ്ത് വരുന്ന ആ ഒരു സെറ്റ് ഓഫ് കീസാണ് നെറ്റ്വർക്ക് വെർച്വൽ ടെർമിനൽസ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ ചെയ്യുക, ദാറ്റ് NVT ആൻഡ് ദെൻ ഡെലിവേഴ്സ് ദം ടു ദി നെറ്റ്വർക്ക് വഴി നമ്മളത് ടെൽനെറ്റ് സെർവറിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഓൺ ദി അതർ ഹാൻഡ് ദി സെർവർ ടെൽനെറ്റ് ട്രാൻസ്ലേറ്റ് ദി ഡാറ്റ ആൻഡ് കമാൻഡ്സ് ദാറ്റ് ആർ ഇൻ NVT form into the form that is mainly accepted by the remote computer. എന്നിട്ട് എന്താ ചെയ്യുക, ടെൽനെറ്റ് സെർവർ ഈ ഒരു കീസിനെ ആക്സെപ്റ്റ് ചെയ്ത് ടെൽനെറ്റ് ക്ലയൻറ്റും ടെൽനെറ്റ് സെർവറും തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി കഴിയുമ്പോൾ ടെൽനെറ്റ് സെർവർ അവിടെ നിന്നും ഉള്ള എന്താ ചെയ്യുക, കമാൻഡ്സിനെ അല്ലെങ്കിൽ ഡാറ്റാസിനെ തിരിച്ച് NVT ഫോംസ് ആക്കി നമ്മുടെ ടെൽനെറ്റ് ക്ലയൻറ്റിലേക്ക് എത്തിച്ചേർക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫിഗർ റെപ്രസെൻറ്റേഷൻ ലോക്കൽ കമ്പ്യൂട്ടർ സിസ്റ്റം ടെർമിനൽസ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ ടെൽനെറ്റ് ക്ലയൻറ്റ്. ഈ ടെൽനെറ്റ് ക്ലയൻറ്റിൽ നിന്നും ഇൻ്റർനെറ്റ് കണക്ഷൻ വഴി ടെൽനെറ്റ് സെർവറും ടെൽനെറ്റ് ക്ലയൻറ്റും കണക്റ്റഡ് ആണ്. ദെൻ എന്നിട്ട് എന്താ ചെയ്യുക, സ്യൂഡോ ടെർമിനൽ ഡ്രൈവറാണ് ഈ ഇൻ്റർനെറ്റ് വഴി വരുന്ന NVT ക്യാരക്ടർ സെറ്റിനെ അണ്ടർസ്റ്റുഡ് ചെയ്ത് മനസ്സിലാക്കി ഡീകോഡ് ചെയ്ത് ആ ഒരു ക്യാരക്ടർ സെറ്റിലേക്ക് മാറ്റുന്നത്. മറ്റത് നെറ്റ്വർക്ക് വെർച്വൽ ടെർമിനൽ ക്യാരക്ടർ സെറ്റാണ്. അതിനെ ഒറിജിനൽ ക്യാരക്ടർ സെറ്റിലേക്ക് മാറ്റുന്നത് ഈ സ്യൂഡോ ടെർമിനൽ ഡ്രൈവ്സ് ആണ്. ഓക്കെ, ഇനി NVT ക്യാരക്ടർ സെറ്റിൻ്റെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് നെറ്റ്വർക്ക് വിർച്വൽ ടെർമിനൽ മെയിൻലി യൂസ് ടു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. വൺ സെറ്റ് ഈസ് ഫോർ ഡാറ്റ ആൻഡ് അതർ സെറ്റ് ഈസ് ഫോർ കൺട്രോൾ. അപ്പോൾ നമുക്കിവിടെ രണ്ട് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണുള്ളത്, ഡാറ്റ ക്യാരക്ടറും കൺട്രോൾ ക്യാരക്ടറും. ഫോർ ദി ഡാറ്റ ദി NVT ഈസ് ആൻ 8-bit ക്യാരക്ടർ സെറ്റ് വെയർ ദി 7 ലോവസ്റ്റ് ഓർഡർ ബിറ്റ് ആർ ദി സെയിം ആസ് ദി ASCII ആൻഡ് ഹയസ്റ്റ് ബിറ്റ് ഈസ് 0. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് NVTയിലെ ഡാറ്റ ക്യാരക്ടർ എന്ന് പറയുന്നത് 8-bit ക്യാരക്ടർ സെറ്റാണ്. അതിൽ 8-bit ക്യാരക്ടറിലെ 7 ലോവസ്റ്റ് ഓർഡർ ബിറ്റും ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ 7 ലോവസ്റ്റ് ഓർഡർ ബിറ്റ് എന്ന് പറയുന്നത് ASCII കോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ടോട്ടൽ 8 ആണുള്ളത്. അതിൽ ഏറ്റവും ഹയസ്റ്റ് ബിറ്റ് 0 ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബാക്കി വരുന്നത് ASCII കോഡ്സുകളായിട്ടായിരിക്കും. ASCII കോഡുകളാണ് 7-bit റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഇൻ ഓർഡർ ടു സെൻഡ് ദി കൺട്രോൾ ക്യാരക്ടർ ബിറ്റ്വീൻ ദി കമ്പ്യൂട്ടർ ദി NVT യൂസ് ദി 8-bit ക്യാരക്ടർ സെറ്റ് വെയർ ദി ഹയസ്റ്റ് ഓർഡർ ബിറ്റ് ഈസ് സെറ്റ് ടു 1. അപ്പോൾ ഇവിടെ ഈ കൺട്രോൾ ക്യാരക്ടറിൻ്റെ അകത്ത് NVT സെൻഡ് ചെയ്യുന്ന കൺട്രോൾ ക്യാരക്ടറിൻ്റെ അകത്ത് ഏറ്റവും ഹയസ്റ്റ് ബിറ്റ് 1 ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് NVT ക്യാരക്ടർ സെറ്റിൽ 2 എണ്ണമുണ്ട്, ഡാറ്റ ക്യാരക്ടറും കൺട്രോൾ ക്യാരക്ടറും. ഡാറ്റ ക്യാരക്ടറിൽ ഹയസ്റ്റ് ബിറ്റ് 0 ആയിരിക്കും. ടോട്ടൽ 8-bit ലെങ്ത് ആണുള്ളത്. കൺട്രോൾ ക്യാരക്ടറും 8-bit ലെങ്ത് ആണുള്ളത്. അതിൽ ഹയസ്റ്റ് ക്യാരക്ടർ 1 ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഹയസ്റ്റ് ക്യാരക്ടർ 1 ആണെങ്കിൽ അത് മനസ്സിലാക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ക്യാരക്ടർ കൺട്രോൾ ക്യാരക്ടർ സെറ്റ് എന്നും, ഈ 0 ആണ് എങ്കിൽ ഇതൊരു ഡാറ്റ ക്യാരക്ടർ സെറ്റും എന്നുമായിരിക്കും മനസ്സിലാക്കുക. ഇൻ ഓർഡർ ടു സെൻഡ് ബോത്ത് ഡാറ്റ ആസ് വെൽ ആസ് ദി കൺട്രോൾ ക്യാരക്ടേഴ്സ് ദി ടെൽനെറ്റ് മേക്ക് യൂസ് ഓഫ് ദി സെയിം കണക്ഷൻ ആൻഡ് ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ജസ്റ്റ് ബൈ എംബഡിങ് ദി കൺട്രോൾ ക്യാരക്ടേഴ്സ് ഇൻ ടു ദി ഡാറ്റ സ്ട്രീംസ്. അപ്പോൾ ഇവിടെ ടെൽനെറ്റ്സ് ഈ സെയിം കണക്ഷൻ വഴിയാണ്, അതായത് TCP/IP കൺട്രോൾ കണക്ഷൻസ് വഴിയാണ് ഈ ഡാറ്റ ക്യാരക്ടർ സെറ്റും അതുപോലെ തന്നെ കൺട്രോൾ ക്യാരക്ടർ സെറ്റും കമ്പൈൻ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ടെൽനെറ്റ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദി ഹയസ്റ്റ് ബിറ്റിനെ അത് വെച്ചായിരിക്കും മനസ്സിലാക്കുക. ഇൻ ഓർഡർ ടു ഡിസ്റ്റിങ്വിഷ് ദി ഡാറ്റ ക്യാരക്ടർ ഫ്രം ദി കൺട്രോൾ ക്യാരക്ടർ ഈച്ച് കൺട്രോൾ ക്യാരക്ടർ ഈസ് ജസ്റ്റ് പ്രിസീഡ് ബൈ ദി സ്പെഷ്യൽ കൺട്രോൾ ക്യാരക്ടർ ദാറ്റ് ഈസ് കോമൺലി നോൺ ആസ് ദി ഇൻ്റർപ്രിറ്റർ ആസ് കൺട്രോൾ IAC എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡാറ്റ ക്യാരക്ടേഴ്സിനെ നമ്മുടെ കൺട്രോൾ ക്യാരക്ടേഴ്സിൽ നിന്നും നമ്മൾ പറഞ്ഞു ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി ഓരോ കൺട്രോൾ ക്യാരക്ടറും ജസ്റ്റ് പ്രിസീഡ് ബൈ ദി സ്പെഷ്യൽ കൺട്രോൾ ക്യാരക്ടർ ദാറ്റ് ഈസ് കോമൺലി നോൺ ആസ് ഇൻ്റർപ്രിറ്റ് ആസ് കൺട്രോൾ IAC. അതായത് ഡാറ്റ ക്യാരക്ടറും കൺട്രോൾ ക്യാരക്ടർ സെറ്റുമുണ്ട്. ഈ കൺട്രോൾ ക്യാരക്ടർ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ കൺട്രോൾ ക്യാരക്ടർ ഈ 8 ബിറ്റിന് മുമ്പായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കൺട്രോൾ ക്യാരക്ടറും കൂടെ
കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഡ് ചെയ്യുന്ന ആ സ്പെഷ്യൽ കൺട്രോൾ ക്യാരക്ടറിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഇൻ്റർപ്രറ്റ് ആസ് കൺട്രോൾ, IAC എന്നാണ് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഏതൊക്കെയാണ് ഈ NVT ക്യാരക്ടർ സെറ്റിൽ വരുന്ന ഓപ്ഷൻസ് എന്ന് നോക്കാം. These are the extra features that are available to user with a more sophisticated terminal. Some of the common options: 0 ആണെങ്കിൽ it is a binary. This option interpret as 8-bit binary transmission എന്നാണ് മനസ്സിലാക്കുക. 1 ആണെങ്കിൽ echo. This options echoes the data received from one side to the other side. ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് ഡാറ്റ റിസീവ് ചെയ്യുക ആണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ കൺട്രോൾ ക്യാരക്ടർ സെറ്റിൻ്റെ കൂട്ടത്തിൽ ഇൻഫ്രണ്ട് ആയിട്ട് ചേർക്കുന്ന, പ്രിസീഡിംഗ് ആയിട്ട് ചേർക്കുന്ന ആദ്യത്തെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് IAC എന്ന് പറയുന്നത്. അപ്പോൾ 1 ആണെങ്കിൽ ഇറ്റ് ഈസ് ആൻ എക്കോ ക്യാരക്ടർ സെറ്റ്. ദെൻ 0 ആണെങ്കിൽ ഇതൊരു ബൈനറി ട്രാൻസ്മിഷൻ ആയിരിക്കും. 3 ആണെങ്കിൽ സപ്രസ് ഗോ എഹെഡ് എന്ന് വെച്ചാൽ സപ്രസ് ഗോ എഹെഡ് സിമ്പിൾ ആഫ്റ്റർ ദി ഡേറ്റ. ദെൻ 5 എന്ന് വെച്ചാൽ സ്റ്റാറ്റസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിക്വസ്റ്റ് ദി സ്റ്റാറ്റസ് ഓഫ് ദി ടെൽനെറ്റ്. അങ്ങനെ ഒരു സെറ്റ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് കീസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ്, IAC ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇതിൽ ഒരു കേസാണ്. ഇത് ഏതൊക്കെ മോഡ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ടെൽനെറ്റ് പെർഫോം ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ദി ടെൽനെറ്റ് ഈസ് മെയിൻലി ഓപ്പറേറ്റിംഗ് ഇൻ വൺ ഓഫ് ദി 3 ഗിവൺ മോഡ്സ്. ഒന്നാമത്തെ ഡിഫോൾട്ട് മോഡുണ്ട്, ക്യാരക്ടർ മോഡുണ്ട്, അടുത്താണ് ലൈൻ മോഡ്. ഡിഫോൾട്ട് മോഡ് എന്ന് വെച്ചാൽ ദിസ് മോഡ് ഈസ് യൂസ്ഡ് ഇഫ് നോ അതർ മോഡ്സ് ആർ ഇൻവോക്ഡ് ത്രൂ ദി ഓപ്ഷൻ നെഗോഷ്യൻ. എക്കോയിങ് ഇൻ ദിസ് മോഡ് ഈസ് ഡൺ ബൈ ദി ക്ലയൻറ്റ്. ദി യൂസർ ടൈപ്സ് ദി ക്യാരക്ടർ ആൻഡ് ദി ക്ലയൻറ്റ് എക്കോസ് ദി ക്യാരക്ടർ ഓൺ ദി സ്ക്രീൻ ബട്ട് ഡസ് നോട്ട് സെൻഡ് ഇറ്റ് അണ്ടിൽ ദി കംപ്ലീഷൻ ഓഫ് ഹോൾ ലൈൻ. അപ്പോൾ ഡിഫോൾട്ട് മോഡ് എന്ന് വെച്ചാൽ നോ അതർ മോഡ്സ് ആർ ഇൻവോക്ഡ് ത്രൂ ദി ഓപ്ഷൻ നെഗോഷ്യൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്കോയിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്തു, തിരിച്ച് അവിടെ നിന്നും ഒരു റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഡിഫോൾട്ട് മോഡായിരിക്കും. വേറൊരു ഓപ്പറേഷൻസും അവിടെ പെർഫോം ചെയ്യുന്നില്ല. ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റിനനുസരിച്ചുള്ള റെസ്പോൺസ് സെർവറിൽ നിന്നും, അതാണ് എക്കോയി എന്ന് പറയുന്നത് അല്ലേ. റിസീവിങ് ഇൻഫർമേഷൻസ് ഫ്രം ദി അതർ സൈഡ്, ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് ഇൻഫർമേഷൻസ് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഡിഫോൾട്ട് മോഡ് എന്ന് പറയുന്നത്. അടുത്താണ് ക്യാരക്ടർ മോഡ്. ഇൻ ദിസ് മോഡ് ഈച്ച് ക്യാരക്ടർ ദാറ്റ് ഈസ് ടൈപ്ഡ് ഈസ് സെൻഡ് ബൈ ദി ക്ലയൻറ്റ് ടു ദി സെർവർ. ആഫ്റ്റർ ദാറ്റ് ദി സെർവർ echoes the character back in order to be displayed on the client screen. The echoing of the character is done only if the time of the transmission is too long. അപ്പോൾ ഈ ക്യാരക്ടർ മോഡ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സെറ്റ് എന്താ, ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്ലയൻറ്റിൻ്റെ മെഷീനെ സെർവർ മെഷീന് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓരോ ക്യാരക്ടേഴ്സ് എക്കോസ് എന്ന് വെച്ചാൽ സെർവർ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ക്ലയൻറ്റിൻ്റെ സ്ക്രീനിൽ ഈ ഒരു ചേഞ്ചസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സെർവർ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് നമ്മുടെ ക്ലയൻറ്റ് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഒരു ക്യാരക്ടർ മോഡ് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും നടക്കുക. ഓക്കെ, അടുത്താണ് ലൈൻ മോഡ് എന്ന് പറയുന്നത്. ദിസ് മോഡ് ഈസ് പ്രൊപ്പോസ്ഡ് ഇൻ ഓർഡർ ടു കോമൻസേറ്റ് for the deficiencies of the default mode and then the character mode. Line echoing in this mode is done by the client. After that the whole line is sent by the client to the server. അപ്പോൾ ലൈൻ മോഡ് എന്ന് വെച്ചാൽ എന്താണ്, ഡെഫിഷ്യൻസീസ് ഓഫ് ദി ഡിഫോൾട്ട് ആൻഡ് ക്യാരക്ടർ മോഡിൽ ലൈൻ എക്കോയിങ് ഇൻ ദിസ് മോഡ് ഈസ് ഡൺ ബൈ ദി ക്ലയൻറ്റ്. അപ്പോൾ ഈ ലൈൻ മോഡ് എക്കോയിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ക്ലയൻറ്റ് ആയിരിക്കും. എപ്പോഴാണ്? ആഫ്റ്റർ ദാറ്റ് ഹോൾ ലൈൻ ഈസ് സെൻഡ് ബൈ ദി ക്ലയൻറ്റ് ടു ദി സെർവർ. അപ്പോൾ അതായത് നമ്മളൊരു സെർവറിൽ നിന്നും ഞാൻ പറഞ്ഞു ക്യാരക്ടർ മോഡ്സ് എന്ന് വെച്ചാൽ സെർവർ കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ക്ലയൻറ്റ് ടെർമിനൽസ് കൺട്രോൾ ചെയ്യുകയാണ്. സെർവർ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതിനുള്ളൊരു റെസ്പോൺസ് ഇവിടെ ക്ലയൻറ്റ് സെർവറിൻ്റെ സ്ക്രീനിലും ടെർമിനലിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത് എന്താ ചെയ്യുക, നമ്മുടെ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് നമ്മുടെ സെർവറിലേക്ക് അയക്കുകയാണ്. ഇപ്പം ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻസ് പ്രോഗ്രാം റൺ ചെയ്യാനുള്ള ഒരു എറർ ഒക്കർ ചെയ്യുകയാണ്. നമ്മൾ സ്ക്രീനിൽ കാണിക്കുകയാണ്. ഇപ്പം നമ്മൾ വേർഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വേർഡ് അത് കംപ്ലീറ്റ് ആയിട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. വേർഡ് ഓപ്പൺ ചെയ്തു പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ആയി പോവുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സെർവർ സൈഡിൽ നിന്നുള്ള സിസ്റ്റത്തിൽ നിന്നും ഈ ഒരു ക്ലയൻറ്റ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സെർവർ ടൈപ്പ് ചെയ്യുന്ന എന്തൊരു ക്യാരക്ടറും എവിടെ എത്തും, ക്ലയൻറ്റിൻ്റെ ടെർമിനൽസിൻ്റെ സ്ക്രീനിൽ അത് ആ ഒരു കമാൻഡ് ലൈനിൽ കയറി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ അതാണ് ക്യാരക്ടർ മോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലയൻറ്റിൻ്റെ ഈ ഒരു ഈ സെർവർ അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഈ ക്ലയൻറ്റിൻ്റെ കമാൻഡ് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്ത്
ക്ലയൻറ്റ് സിസ്റ്റത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആ ഒരു ചേഞ്ച് അപ്ഡേറ്റ് ആക്കണം. ലൈൻ ബൈ ലൈൻ അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈൻ ബൈ ലൈൻ അപ്ഡേഷൻ നടന്നു കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു ചേഞ്ചസ് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരത്തുള്ളൂ, ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ വരത്തുള്ളൂ. അതിനുശേഷം ക്ലയൻറ്റ് എന്താ ചെയ്യുക, വീണ്ടും ഈ ഒരു വേർഡ് ഫയലിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ദെൻ കംപ്ലീറ്റ് അപ്ഡേഷൻ നടന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ, കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സെർവ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു വേർഡ് മോഡിനെ ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്, സെർവർ ടൈപ്പ് ചെയ്ത എല്ലാ കാര്യങ്ങളും ക്യാരക്ടർ മോഡ്, അതായത് നമ്മുടെ ടെർമിനൽസിൽ, ക്ലയൻറ്റിൻ്റെ ടെർമിനൽസിൽ വന്നു. ലൈൻ മോഡ് എന്ന് വെച്ചാൽ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള അപ്ഡേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ വന്നെങ്കിൽ മാത്രമേ ആ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം അവിടെ എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഹോൾ ലൈൻ ഈസ് സെൻഡ് ബൈ ദി ക്ലയൻറ്റ് ടു ദി സെർവർ. ഇപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുന്നത്, ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് നടക്കുന്നത് അല്ലേ. സെർവർ ചെയ്ത കാര്യം കംപ്ലീറ്റ് സെർവറിൻ്റെ സിസ്റ്റത്തിലല്ല സേവ് ചെയ്യേണ്ടത്. ആ സെർവറിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി, ക്ലയൻറ്റിൻ്റെ സിസ്റ്റത്തിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലാണ് നമ്മൾ അപ്ഡേറ്റ് വരുത്തിയിരിക്കുന്നത്. ഇതാണ് ലൈൻ മോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 ടൈപ്സ് മോഡാണുള്ളത്: ഡിഫോൾട്ട് മോഡ്, ക്യാരക്ടർ മോഡ് ആൻഡ് ലൈൻ മോഡ്. താങ്ക്